ഇന്ത്യയിലെ രാഷ്ട്രീയത്തിനെ കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ത്യയിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ. ഈ ഇന്ത്യയിൽ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുള്ളതായിട്ട് നമുക്കറിയാം. പക്ഷേ ഈ രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം ദേശീയ രാഷ്ട്രീയ പദവി ലഭിച്ചിട്ടുണ്ടോ? എന്താണ് ഈ ദേശീയ രാഷ്ട്രീയ പദവി? ഈ പദവി ലഭിക്കാൻ വേണ്ട യോഗ്യത അല്ലെങ്കിൽ ക്രൈറ്റീരിയ എന്താണ്? ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നാളെ ലോക്സഭ തിരഞ്ഞെടുപ്പാണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ദേശീയ രാഷ്ട്രീയ പദവി ലഭിച്ചിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പെട്ടെന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. Hello friends, welcome to SMK Sanadu. Grow along with SMK Sanadu, the best is A to B. ഈ ദേശീയ രാഷ്ട്രീയ പദവി എന്നാൽ എന്താണ് എന്ന് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു കൃത്യമായ ഡെഫിനിഷൻ പറയാൻ കഴിയുകയില്ല. എന്നാൽ സിമ്പിളായിട്ട് പറയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ദേശീയ തലത്തിൽ ശക്തി തെളിയിച്ചിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കാണ് ദേശീയ രാഷ്ട്രീയ പദവി ലഭിച്ചിട്ടുള്ളത് എന്ന്. ഇതിന് ചില യോഗ്യതകൾ അല്ലെങ്കിൽ ക്രൈറ്റീരിയ ആവശ്യമാണ്. ഈ ക്രൈറ്റീരിയാസ് പ്രധാനമായിട്ടും 3 എണ്ണമാണ് ഉള്ളത്. ഇതിലേതെങ്കിലും ഒന്ന് ഫുൾഫിൽ ചെയ്താൽ ആ രാഷ്ട്രീയ പാർട്ടിക്ക് ദേശീയ രാഷ്ട്രീയ പദവി ലഭിക്കുന്നതാണ്. ഈ ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഈ യോഗ്യതയെ കുറിച്ച് പറയുന്നതിന് മുന്നായിട്ട് ഞാൻ ഒരു കാര്യം പറയുകയാണ്. ഇതിലെ ഓരോ ക്രൈറ്റീരിയയും വളരെ കൺഫ്യൂസിങ്ങും കോംപ്ലിക്കേറ്റഡുമായിട്ടും തോന്നും. പക്ഷേ ഓരോ ക്രൈറ്റീരിയ കേട്ട് കഴിഞ്ഞു. അതിനോടൊപ്പം ഞാൻ ഉദാഹരണവും കൂടി പറയുന്നതാണ്. അത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാവും എന്താണ് ഈ ക്രൈറ്റീരിയ എന്നുള്ളത്. ക്രൈറ്റീരിയ നമ്പർ 1, ഒരു രാഷ്ട്രീയ പാർട്ടി 4 അതിലധികമോ സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി എന്ന പദവി ലഭിച്ചാൽ ആ രാഷ്ട്രീയ പാർട്ടിക്ക് ദേശീയ രാഷ്ട്രീയ പദവി ലഭിക്കുന്നതാണ്. അതിന് ഉള്ള ഒരു ഉദാഹരണം നോക്കാം. ഒരു പൊളിറ്റിക്കൽ പാർട്ടി, അതിനെ നമ്മൾക്ക് എ എന്ന് വിളിക്കാം. ഈ പൊളിറ്റിക്കൽ പാർട്ടിക്ക് 4 സംസ്ഥാനങ്ങളിൽ നിന്നും 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി എന്ന പദവി ലഭിച്ചിട്ടുണ്ട്. 4 സംസ്ഥാനങ്ങൾ നമുക്ക് നോക്കിയാൽ കേരളം, കർണാടക, തമിഴ്നാട്, ആസാം എന്നീ 4 സംസ്ഥാനങ്ങളിലുമായിട്ട് സംസ്ഥാന പാർട്ടി എന്ന പദവി ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിക്ക് ദേശീയ രാഷ്ട്രീയ പദവി ലഭിക്കാനുള്ള അർഹതയുണ്ട്. ക്രൈറ്റീരിയ നമ്പർ 2, ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി 4 അതിലധികമോ ഉള്ള സംസ്ഥാനങ്ങളിൽ ലോക്സഭ അല്ലെങ്കിൽ നിയമസഭ ഇലക്ഷനിൽ ടോട്ടലായിട്ട് പോൾ ചെയ്ത വോട്ടിൻ്റെ 6% ലഭിക്കുകയും അതോടൊപ്പം തന്നെ ലോക്സഭ ഇലക്ഷനിൽ 4 എംപിമാരെ ഈ പാർട്ടിയെ റിപ്രസെന്റ് ചെയ്തിട്ട് ലോക്സഭയിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ ആ രാഷ്ട്രീയ പാർട്ടിക്കും ദേശീയ രാഷ്ട്രീയ പദവി ലഭിക്കാനുള്ള അവകാശമുണ്ട്. അതിനും ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ പൊളിറ്റിക്കൽ പാർട്ടിയെ എ എന്നെടുക്കുന്നു. ഈ എ എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി ഏതെങ്കിലുമൊക്കെയുള്ള 4 സംസ്ഥാനം, നമ്മൾ 4 സംസ്ഥാനങ്ങൾ മുമ്പേ പറഞ്ഞു കഴിഞ്ഞു: കേരളം, കർണാടക, തമിഴ്നാട്, ആസാം. ഇവിടെ അടുത്തിടെ നടന്ന ഒരു ഇലക്ഷൻ, നിയമസഭാ ഇലക്ഷൻ നമുക്ക് നോക്കാം. ഈ നിയമസഭാ ഇലക്ഷനിൽ ടോട്ടലായിട്ട് പോൾ ചെയ്ത വോട്ടിൻ്റെ 6% ലഭിച്ചു. അതോടൊപ്പം തന്നെ അടുത്തിടെ നടന്ന ലോക്സഭ ഇലക്ഷനിൽ അവർക്ക് 4 എംപിമാരെ വിജയിച്ച് ലഭിക്കുകയും ചെയ്യുകയും അവരെ ലോക്സഭയിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ അവർക്ക് ആ രാഷ്ട്രീയ പാർട്ടിക്ക്, ആ പൊളിറ്റിക്കൽ പാർട്ടി എ എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ പാർട്ടിക്ക് ദേശീയ രാഷ്ട്രീയ പദവി ലഭിക്കാനുള്ള അവകാശം ഉണ്ട് അല്ലെങ്കിൽ അർഹതയുണ്ട്. ക്രൈറ്റീരിയ നമ്പർ 3, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് 3-ൽ കുറയാത്ത സംസ്ഥാനങ്ങളിൽ നിന്നും ടോട്ടലായിട്ട് പോൾ ചെയ്ത വോട്ടിൻ്റെ 2% ലഭിക്കണം. അതും ലോക്സഭാ സീറ്റിൻ്റെ 2% ലഭിക്കുകയാണെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിക്ക് ദേശീയ രാഷ്ട്രീയ പദവി ലഭിക്കും. ഉദാഹരണം നോക്കാം. പൊളിറ്റിക്കൽ പാർട്ടി എ, ആ പൊളിറ്റിക്കൽ പാർട്ടി നമ്മുടെ ലോക്സഭ
യുടെ ടോട്ടൽ സീറ്റ് നോക്കുകയാണെങ്കിൽ 545 അതിൻ്റെ 2% എന്ന് പറഞ്ഞാൽ 11. ഈ പൊളിറ്റിക്കൽ പാർട്ടി എ എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ പാർട്ടിക്ക് 11 സീറ്റ് 3 സംസ്ഥാനങ്ങളിൽ നിന്ന് ലഭിക്കണം. അത് കർശനമാണ്. 3 സംസ്ഥാനങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ 3 അതിൽ കൂടുതലായാലും കുഴപ്പമില്ല, അവിടെ നിന്ന് ലഭിച്ചാൽ ആ രാഷ്ട്രീയ പാർട്ടിക്കും ദേശീയ രാഷ്ട്രീയ പദവി ലഭിക്കാനുള്ള അവകാശമുണ്ട്. ഈ വീഡിയോയിൽ പറഞ്ഞ ക്രൈറ്റീരിയാസ് കുറച്ച് കൺഫ്യൂസിങ്ങും കോംപ്ലക്സും ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മനസ്സിലായി കാണും. പക്ഷേ നിങ്ങൾ ഈ വീഡിയോ ഓരോന്നും പോസ്റ്റ് ചെയ്ത് ഉദാഹരണ സഹിതം കേട്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഈ ലോക്സഭ ഇലക്ഷൻ നടക്കുന്ന അവസരത്തിൽ നമ്മൾ ഈ ദേശീയ രാഷ്ട്രീയ പദവി എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അത് വളരെ നല്ല കാര്യമാണ്, നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയും ചെയ്യും. ഇറ്റ്സ് മീ ശ്രീജിത്ത് സൈനിങ് ഓഫ്. Thank you so much.